ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അതിനുവേണ്ടി ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരി, കൈമ അരി എന്നെല്ലാം പറയുന്ന ബിരിയാണിയുടെ റൈസ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടെ. അപ്പം ഈ പായസം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒരു വെള്ള പശ പോലത്തെ സംഭവം ഉണ്ടാകും. അതെല്ലാം വാഷ് ചെയ്ത് ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം ഒരു അരമണിക്കൂർ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നിറയെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചോളൂ. അപ്പോൾ ഈ പായസത്തിൽ ഒരു 4 ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോയുടെ ഒരു ലൈക്കും, വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് അരി ഇങ്ങനെ പൊട്ടി വരും. അപ്പോഴാണ് നല്ലൊരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അത്. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പാലും ഒരു 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് കറക്റ്റ് അളവാണ്. കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ അടിക്ക് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 4 വിസിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വിസിൽ കളയൊന്നും വേണ്ട. വിസിൽ അതിൽ തന്നെ വെച്ചിട്ട് തുറന്ന് നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ റൈസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് അങ്ങനെ കുഴഞ്ഞ് ഇതുപോലെ ഒരു കുഴഞ്ഞ രൂപത്തിലാണ് ഉണ്ടാവുന്നത്. നമ്മുടെ പായസത്തിന്റെ റൈസ് ഇതുപോലെയാണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ കുക്കറാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ എടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് 1 കപ്പ് റൈസിന് 1.5 കപ്പ് പാലാണ് വേണ്ടത്, പശുവിൻ പാല്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്. അതിനകത്ത് 1 കപ്പ് പാല് മാത്രം മാറ്റി വെക്കുക. ബാക്കി പാലെല്ലാം ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കൂ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള കട്ടകളൊക്കെ ആ സമയത്ത് തന്നെ ഉടച്ചെടുക്കാവുന്നതാണ്. ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതങ്ങ് അലിഞ്ഞു വന്നോളും. അങ്ങനെയെല്ലാം ഞാൻ അലിയിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 ലിറ്റർ പാലിന് 2 കപ്പ് സാദാ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിളച്ച് പകുതിയോളം നമുക്ക് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ പായസം എല്ലാം തിളച്ച് വരുന്നുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ 1.5 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് പായസത്തിന് കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ് കൊടുക്കുന്നത്. അങ്ങനെ പായസം തിളച്ച് എല്ലാം സെറ്റായി വന്ന ഈ രൂപത്തിൽ നമുക്ക് കിട്ടുമ്പം ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഒരു 2 കട്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനി ഇത്രയും സംഭവമായി കിട്ടുന്ന സമയത്താണ് നമ്മൾ ആ മാറ്റി വെച്ച 1 കപ്പ് പാലില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ പായസം നല്ല രീതിക്ക് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ പായസത്തിന്റെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് സമയത്തിന്റെ ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ കാഷ്യൂ റൈസൻസും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ലൊരു പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.